ദിയ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ച. വീഡിയോ കണ്ട സ്ത്രീകളെല്ലാം വൈകാരികമായാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് വലിയ കാര്യമാണെന്ന് പലരും പറയുന്നു. പല ആശുപത്രികളിലും ഇത് അനുവദിക്കാറില്ല. അതേസമയം ദിയയുടെ ഡെലിവറി വീഡിയോയ്ക്ക് ശേഷം വെട്ടിലായ ഒരു വിഭാഗമുണ്ട്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരാണിവർ. പ്രസവിക്കാൻ കിടക്കുന്ന സ്ത്രീകളോട് വളരെ മോശം പെരുമാറ്റമാണ് സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് അനുഭവസ്ഥരായ സ്ത്രീകൾ കമന്റിൽ പറയുന്നു. കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണം. ആരെയും കാണാതെ നിലവിളിക്കുമ്പോൾ വഴക്ക് കേൾക്കേണ്ടി വരുന്ന അവസ്ഥ ഇനിയെങ്കിലും ഒരു അമ്മമാർക്കും ഉണ്ടാകരുത്. ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇതിലുള്ള കമന്റ്സ് വായിച്ചിട്ടെങ്കിലും ഹോസ്പിറ്റലിലെ ഡെലിവറി റൂമിൽ ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സുമാർ അവരോട് മാന്യമായി പെരുമാറണം. ഒരുപാട് പേർ ഇതിനകം സങ്കടം പറയുന്നത് കണ്ടു. നഴ്സുമാർക്ക് ഇതൊരു പുതുമയാകില്ല. പക്ഷേ ഒരു ലേഡി ഫസ്റ്റായിട്ട് ഡെലിവറിക്ക് വരുമ്പോൾ അവൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വളരെ വലുതായിരിക്കും. സ്നേഹത്തോടെ കെയർ ചെയ്താൽ അവർക്കും കുറച്ച് റിലാക്സ് കിട്ടും. ഇനി കെയറും സ്നേഹവും ഒന്നും കൊടുത്തില്ലേലും വേദനയെ പുച്ഛത്തോടെ തള്ളിക്കളയാതെ ഒരു പരിഗണന എങ്കിലും കൊടുക്കുക. ലേബർ റൂമിൽ കയറിപ്പോകുന്ന നമ്മളെപ്പറ്റി വല്ലതും പുറത്തിരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ ഒന്നുകിൽ ജ്യോത്സ്യം പഠിക്കണം, അല്ലെങ്കിൽ വിധിക്ക് വിട്ടുകൊടുത്ത് പുറത്ത് 4 കാതം ദൂരെ ഇരുന്ന് പ്രാർത്ഥിക്കാം. രണ്ടുപേരെയും ജീവനോടെ തിരിച്ചു കിട്ടാൻ പണമുണ്ടേൽ ഇങ്ങനെ പ്രസവിക്കാം. ഇല്ലേ ഡോക്ടർ, നഴ്സ് തൊട്ട് അറ്റൻഡർ ചേച്ചിമാരുടെ വായിലിരിക്കുന്നതുവരെ കേട്ട് മടുത്ത് പേടിച്ച് വിറച്ച് പ്രസവിക്കാം. ഭാഗ്യവും ഒപ്പം വിധിയും നല്ലതാണെങ്കിൽ രക്ഷപ്പെടാം. ഒച്ച ഉണ്ടാക്കാൻ പോലും പേടിച്ച് ലേബർ റൂമിൽ കിടക്കേണ്ടി വന്ന അവസ്ഥ ആർക്കൊക്കെ ഉണ്ട്? ഹെൽപ്പിന് ഒരു നഴ്സെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവർ. മെഡിക്കൽ കോളേജിൽ ഡെലിവറി സമയത്ത് എൻ്റെ കാലുകൾ വിറച്ചിട്ട് കാലിൽ ഒന്ന് പിടിക്കാവോ എന്ന് ചോദിച്ചിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത നഴ്സുമാർ. എനിമ തന്നിട്ട് ടോയ്ലറ്റിൽ പോകാൻ നോക്കുമ്പോൾ ടോയ്ലറ്റ് ഫ്രീ ഇല്ല. ഇതെല്ലാം ഈ നിമിഷം ഓർത്തുപോയി. താൻ ഭാഗ്യവതിയാടോ ഓസി, ഫാമിലി ഫുൾ സപ്പോർട്ടായി കൂടെയില്ലേ എന്നിങ്ങനെ കമൻറ്റുകളുടെ പ്രവാഹമാണ്. ഗൗരവമുള്ള ആരോപണങ്ങളാണ് സ്ത്രീകൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീക്ക് മാനസികമായ പിന്തുണ ഏറ്റവും അധികം വേണ്ട സമയമാണ് പ്രസവം. ആ സമയത്ത് നഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം വരും ദിവസങ്ങളിൽ പ്രമുഖർ ചർച്ചയിലേക്ക് കൊണ്ടുവന്നേക്കാം. രാഷ്ട്രീയ പ്രവർത്തകനാണ് ദിയയുടെ പിതാവ് കൃഷ്ണകുമാർ. അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനും വേണ്ടി വന്നാൽ ഇടപെടൽ നടത്താനും സാധ്യതയുണ്ട്.